ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അനിയത്തീൻ്റെ വീട്ടിൽ വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ്. ഞങ്ങളിത് ഉച്ചയൊക്കെ കഴിഞ്ഞപ്പം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ നേരെ പോകുന്നത് തോണിക്കടവിലേക്കാണ് കേട്ടോ. അവളുടെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് യാത്ര അത്രയേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ തോണിക്കടവിൽ അവിടെ ചെന്ന് അവിടെ ടിക്കറ്റ് 30 രൂപയാണ് കേട്ടോ ഒരാൾക്ക്. ഞങ്ങൾ 3 പേർക്ക് മാത്രമേ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. വെയിലും എന്നാൽ ഓവർ ചൂടൊന്നുമില്ല, എന്നാൽ മഴക്കാറും ഉണ്ട് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നവരെയും വലിയ മഴയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി കുറച്ചധികം നടന്നിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത്. പിന്നെ അത്യാവശ്യം നല്ല നടപ്പാതയൊക്കെയാണ് കേട്ടോ. നമ്മൾ മെയിനായിട്ട് ഇവിടെ വരുന്നത് ആ ഒരു കാണുന്ന ബിൽഡിങ്, അതൊരു ക്ലോക്ക് ടവർ പോലെയാണ് കേട്ടോ. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയാൽ മൊത്തം വ്യൂ നമുക്ക് ഫുൾ റൗണ്ടിൽ നടന്നിട്ട് ഫുൾ വ്യൂ കാണാൻ പറ്റും കേട്ടോ. നമുക്ക് ഇവിടെ ഈ തോണിക്കടവിൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കരിയത്തും വേറെയും പോവാം കേട്ടോ. അവിടെയും ഇതുപോലെ കാണാൻ നല്ല ഏരിയ ഉണ്ട്. എല്ലാവർക്കും അറിയാമായിരിക്കും, ഒരു മിനി സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറയുന്നതാണ് കോഴിക്കോടിൻ്റെ. അപ്പോൾ അവിടെ പോകണമെങ്കിലും നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്താൽ ഈ ടിക്കറ്റ് അവിടെ കാണിച്ചാലും നമുക്ക് കയറാൻ പറ്റും കേട്ടോ. പിന്നെ അവിടെ ചെന്ന് കുറച്ച് നേരം ഞങ്ങൾ പിള്ളേർ ഊഞ്ഞാലൊക്കെ ആട്ടി. അനിയത്തീൻ്റെ മോന് വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ എൻ്റെ മോന് ഭയങ്കര പേടിയാണ് ഇങ്ങനത്തെ പരിപാടികളെല്ലാം. അവന് ഊഞ്ഞാലിൽ കയറുന്നതും നമ്മൾ ഈ ഇരുന്നിട്ട് ഇങ്ങനെ കറക്കുന്നൊരു സീറ്റില്ലേ, അതിലൊക്കെ കയറുന്ന ഭയങ്കര പേടിയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറിയതേ പതുക്കെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സംഭവത്തിൽ കയറിയപ്പോഴും മോൻ ഭയങ്കര കച്ചറിയായിരുന്നു കേട്ടോ. ഭയങ്കര പേടിയാണ് അവൻ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കയറുന്നത്. പിന്നെ ഞങ്ങൾ പതുക്കിയതേ ക്ലോക്ക് ടവറിൻ്റെ മുകളിലേക്ക് കയറുകയാണ്. 3 നിലയാണ് കേട്ടോ. ഇത് ഏറ്റവും ടോപ്പിലെ വ്യൂ ആണ് കേട്ടോ. നമുക്ക് ഈ ഒരു ക്ലോക്ക് ടവറിനെ മൊത്തമായിട്ട് ചുറ്റും നമുക്ക് നടന്ന് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി കേട്ടോ. കുറച്ചധികം സ്റ്റെപ്പ് ഇറങ്ങാനും കയറാനും ഉണ്ടല്ലോ. അവിടെ നിന്ന് ഇറങ്ങി നേരെ വന്നത് ഐസ്ക്രീം കഴിക്കാനാണ് കേട്ടോ. ഞാനും അമ്മും ചോക്ലേറ്റാണ് പറഞ്ഞത്. അനിയത്തി ആദ്യം ഒരു മാംഗോ ബാർ വാങ്ങി കേട്ടോ. പിന്നെ അവൾ വീണ്ടും പോയി ഒരു വാനില വാങ്ങി. പിന്നെ പിള്ളേർക്ക് 2 പേർക്കും വാനിലയാണ് കേട്ടോ വാങ്ങിക്കൊടുത്തത്. ഒരു സ്കൂപ്പ് വരുന്നത്, ഞങ്ങൾ വാങ്ങിയത് 2 സ്കൂപ്പുള്ളതാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ കല്ലാനോട് വരെ നടന്നിട്ടാണ് കേട്ടോ വന്നത്. കല്ലാനോട് വന്നിട്ട് ഞങ്ങളൊരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ കേട്ടോ ഉണ്ടായത്. ഞാനിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ലോങ് വ്ളോഗ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം. അപ്പം അടുത്തൊരു വ്ളോഗുമായിട്ട് വരാം. ഓക്കെ, ബൈ.